ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. 68% പോളിംഗ്. വോട്ടെണ്ണൽ ശനിയാഴ്ച. സംസ്ഥാനത്ത് ആധാരങ്ങളിൽ വില കുറച്ചുവച്ച് ഭൂമി രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ പുതിയ കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളത്തിന് ആദ്യ ജയം. റെയിൽവേസിനെ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ 1 ഗോളിന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. 68%-ലേറെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. യുഡിഎഫിനായി രാഹുൽ മാങ്കൂട്ടത്തിലും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പി സരിനും എൻഡിഎയ്ക്കായി സി കൃഷ്ണകുമാറുമാണ് മത്സരിക്കുന്നത്. പാലക്കാട് നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. വോട്ടിംഗ് അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള കണക്ക് പ്രകാരം 67.27% പോളിംഗ്. അന്തിമ കണക്കുകൾ വരുമ്പോൾ ഇത് 70-ലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75%-ന് മുകളിലായിരുന്നു മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. മന്ദഗതിയിൽ ആരംഭിച്ച പോളിംഗ് ഉച്ചയോടെയാണ് ഭേദപ്പെട്ടത്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയത് വോട്ടിംഗ് വൈകാൻ കാരണമായി. എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അയ്യപുരം കൽപ്പാത്തി GLP സ്കൂളിലെ ബൂത്ത് നമ്പർ 25-ൽ വോട്ട് രേഖപ്പെടുത്തി. എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മണപ്പുള്ളിക്കാവിലെ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലെ 88-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. 2021-ൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ്. എംഎൽഎ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് 3 വർഷങ്ങൾക്ക് ശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. ഈ മാസം 13-ന് നടന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ 64.72% പോളിംഗ്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 74.77% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. മഹാരാഷ്ട്രയിൽ 58%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഝാർഖണ്ഡിൽ 68% പോളിംഗ്. കേരളത്തിന് പുറമെ 3 സംസ്ഥാനങ്ങളിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉത്തരാഖണ്ഡിൽ 1-ഉം പഞ്ചാബിൽ 4-ഉം ഉത്തർപ്രദേശിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ശനിയാഴ്ചയാണ് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ആധാരങ്ങളിൽ വില കുറച്ചുവച്ച് ഭൂമി രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ പുതിയ സെറ്റിൽമെന്റ് കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ. 1986 മുതൽ 2017 മാർച്ച് വരെയുള്ള ഇത്തരം കേസുകൾ ഫലപ്രദമായി തീർപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ജില്ലാതലത്തിൽ സെറ്റിൽമെന്റ് കമ്മീഷനുകൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. സെറ്റിൽമെന്റ് സെല്ലുകളുടെ പ്രവർത്തനവും പുരോഗതിയും രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ വിലയിരുത്തും. 2025 മാർച്ച് 31 വരെയാണ് സെറ്റിൽമെന്റ് കമ്മീഷനുകളുടെ കാലാവധി. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവ് ഉണ്ടായിട്ടുള്ളതായി മന്ത്രി വീണ ജോർജ്. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അമിതവുമായ ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വട്ടിയൂർക്കാവ് UPHCയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ത്രിമാന ബയോ പ്രിന്റിംഗ് ഇങ്ക് തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്തു. ത്രിമാന ബയോ പ്രിന്റിംഗ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ സജീവമായ കോശ സംയുക്തത്തെ സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ പേറ്റന്റ് ലഭിച്ച ബയോ ഇങ്ക് സംയുക്തമാണിത്. നിലവിൽ മൃഗങ്ങളിൽ ചെയ്തുവരുന്ന രീതികൾക്ക് പകരം ബയോ ഇങ്ക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രിമാന കലകളിൽ മൃഗങ്ങൾ ഇല്ലാതെ തന്നെ ലാബുകളിൽ കൂടുതൽ വിശ്വാസ്യമായ പരീക്ഷണങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഈ മാസം 24-ന് സർവകക്ഷി യോഗം ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം. ഈ മാസം 25 മുതൽ ഡിസംബർ 20 വരെയാണ് ശീതകാല സമ്മേളനം. മുൻ മന്ത്രിയും എംഎൽഎയുമായ ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടിമുതൽ കേസിൽ തുടർ നടപടിയാകാമെന്ന് സുപ്രീംകോടതി. ആന്റണി രാജു വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു ശ്രീ ആന്റണി രാജുവിന്റെ ഹർജി. പമ്പയിലും സന്നിധാനത്തും ഇത്തവണയും കരുതലൊരുക്കി പോലീസിന്റെ സേഫ് ബാൻഡ്. ശബരിമല തീർത്ഥാടകരിൽ കൊച്ചു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കൂട്ടം തെറ്റുമെന്ന പേടി ഇത്തവണയും വേണ്ട. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കയ്യിൽ കുട്ടിയുടെ പേര്, സ്ഥലം, കൂടെയുള്ള ആളുടെ ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ബാൻഡ് ധരിച്ചാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. തിരക്കിനിടയിൽ കൂട്ടം തെറ്റിയാലും വളരെ പെട്ടെന്ന് രക്ഷിതാക്കളെ കണ്ടെത്തി അവരുടെ അടുത്തെത്തിക്കാൻ ഇതുവഴി സാധിക്കും. വനിതാ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ കരുതൽ നടപടി. പ്രതിദിനം 3000-ന് മുകളിൽ കുട്ടികളെ ഇത്തരത്തിൽ കയ്യിൽ ബാൻഡ് ധരിപ്പിച്ചാണ് മല കയറ്റുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കും വലിയ ആശ്വാസമാണ് പോലീസിന്റെ ഈ സേവനം. ഭീമാപള്ളി ഉറൂസ് മഹോത്സവത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഉറപ്പാക്കണമെന്നും തീർത്ഥാടകർക്കുള്ള സൌകര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. അടുത്ത മാസം 3 മുതൽ 13 വരെയാണ് ഭീമാപള്ളി ഉറൂസ്. സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളത്തിന് ആദ്യ ജയം. ആതിഥേയരായ കേരളം ഏകപക്ഷീയമായ 1 ഗോളിന് റെയിൽവേസിനെ പരാജയപ്പെടുത്തി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊച്ചി മുസിരിസ് ബിനാലെയുടെ 6ാം പതിപ്പ് അടുത്ത വർഷം ഡിസംബർ 12-ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രശസ്ത ആർട്ടിസ്റ്റായ നിഖിൽ ചോപ്രയും HH ആർട്ട് സ്പേസസും ബിനാലെയുടെ പുതിയ പതിപ്പ് ക്യൂറേറ്റ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 2026 മാർച്ച് 31 വരെയാണ് ബിനാലെ. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഗോവയിൽ അല്പസമയത്തിനകം തിരിതെളിയും. 100 രാജ്യങ്ങളിൽ നിന്നായി 400ഓളം സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ മാസം 28 വരെയാണ് മേള. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ചൈനയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തുമെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെസ്സി ഉൾപ്പെടെയുള്ള ടീമാകും എത്തുക. അർജന്റീന ടീം കൊച്ചിയിൽ പ്രദർശന മത്സരം കളിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകും മത്സരം നടത്തുകയെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശനിയാഴ്ച കൊല്ലം കൊട്ടാരക്കരയിൽ നടക്കും. 200-ലധികം പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാനുള്ള സൌകര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. ഫ്രീലാൻസ് തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ, സ്റ്റാർട്ടപ്പുകൾ, സ്വന്തമായി ചെറു സംരംഭങ്ങൾ നടത്തുന്നവർ, ജീവനക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാനുള്ള സൌകര്യം നൽകാൻ ആഗ്രഹിക്കുന്ന നിലവിലെ സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്ക് പദ്ധതി സഹായകമാകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങളുടെ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ വെബ് പോർട്ടലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വൈജ്ഞാനിക മേഖലയിലെ മികച്ച രചനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷം മുതൽ ഏർപ്പെടുത്തിയ വൈജ്ഞാനിക വിവർത്തന ഗവേഷണ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവം സാഹിത്യകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു. 20 വേദികളിലായാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. 68% പോളിംഗ്. വോട്ടെണ്ണൽ ശനിയാഴ്ച. സംസ്ഥാനത്ത് ആധാരങ്ങളിൽ വില കുറച്ചുവച്ച് ഭൂമി രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ പുതിയ കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളത്തിന് ആദ്യ ജയം. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.